പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ഒരു ലിബ്രിയോഫീസ് കാൽക്ക് സ്പ്രെഡ്ഷീറ്റിൽ നമുക്ക് ലഭ്യമായിട്ടുള്ള വിവിധ ഫംഗ്ഷനുകളിൽ ഏറ്റവും ആദ്യത്തെ സെറ്റ് ഓഫ് ഫങ്ഷൻസ് ആണ്, അഥവാ ഡേറ്റ് ആൻഡ് ടൈം ഫംഗ്ഷൻ. ഡേറ്റ് ആൻഡ് ടൈം ഫംഗ്ഷനിൽ നമ്മൾ ടുഡേ ഫംഗ്ഷൻ, നൗ ഫംഗ്ഷൻ, ഡേ ഫംഗ്ഷൻ, മന്ത് ഫംഗ്ഷൻ, ഇയർ ഫംഗ്ഷൻ ആൻഡ് ഡേറ്റ് ടു വാല്യൂ ഫംഗ്ഷൻ, ഇത്രയും കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കി. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലിബ്രിയോഫീസ് കാൽക്കിലെ മറ്റൊരു സെറ്റ് ഓഫ് ഫങ്ഷൻസിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ്, അഥവാ സ്റ്റാറ്റിസ്റ്റിക്കൽ ഫങ്ഷൻസ്. സ്റ്റാറ്റിസ്റ്റിക്കൽ ഫങ്ഷൻ ഓപ്പറേറ്റ്സ് ഓൺ എ സെറ്റ് ഓഫ് ഡാറ്റ ആൻഡ് ഗീവ് സമ്മറൈസ്ഡ് റിസൾട്ട്സ്. സ്റ്റാറ്റിസ്റ്റിക്കൽ ഫങ്ഷൻ പ്രവർത്തിക്കുന്നത് നമ്മൾ ലിബ്രിയോഫീസ് കാൽക്ക് സ്പ്രെഡ്ഷീറ്റ് ഫയലിൽ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുള്ള ഡാറ്റയെ പ്രോസസ്സ് ചെയ്ത് അതിൻ്റെ ചില സമ്മറി റിസൾട്ടുകൾ എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഫോർ എക്സാമ്പിൾ, ആവറേജ് മാർക്ക് ഓഫ് 65 സ്റ്റുഡൻസ് ഇൻ എ ക്ലാസ്. ഒരു ക്ലാസ്സിലെ കൊമേഴ്സ് ക്ലാസ്സിലെ 65 കുട്ടികളുടെ അക്കൗണ്ടൻസി സ്കോർ നമ്മൾ ലിബ്രിയോഫീസ് കാൽക്ക് സ്പ്രെഡ്ഷീറ്റിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് ആവറേജ് എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്കവിടെ ആവറേജ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉപയോഗിക്കാം. അതുപോലെ ഹയസ്റ്റ് മാർക്ക് ഇൻ എ ക്ലാസ്, ആ ക്ലാസ്സിലെ ഹയസ്റ്റ് മാർക്ക് ഏതാണ് തുടങ്ങിയ കാര്യങ്ങളെ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ഫങ്ഷൻസ് ഉപയോഗിക്കുന്നത്. അഥവാ നൽകിയിട്ടുള്ള ഡാറ്റയെ പ്രോസസ്സ് ചെയ്ത് അതിൽ നിന്ന് നമുക്ക് സമ്മറി റിസൾട്ടുകൾ ലഭ്യമാക്കുന്ന ഫങ്ഷൻസാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഫങ്ഷൻസ്. LibreOffice Calc provides a number of statistical functions such as min. min എന്ന് പറഞ്ഞാൽ മിനിമം എന്നുള്ളതിൻ്റെ ഒരു ഷോർട്ടാണ്. മിൻ ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത് ലോവസ്റ്റ് മാർക്ക്, ഫോർ എക്സാമ്പിൾ നമ്മൾ കൊടുത്തിട്ടുള്ള വാല്യൂസിൽ നിന്നും ഏറ്റവും ലോവസ്റ്റ് വാല്യൂ സെലക്ട് ചെയ്ത് അത് റിസൾട്ടായി നൽകുന്നതിന് വേണ്ടി. ദെൻ രണ്ടാമത്തേതാണ് മാക്സിമം അല്ലേ, ഹയസ്റ്റ് വാല്യൂ റിസൾട്ടായി നൽകുന്ന ഫംഗ്ഷനാണ് മാക്സ് ഫംഗ്ഷൻ. ദെൻ ആവറേജ് ഫംഗ്ഷൻ, നമ്മൾ നൽകിയിട്ടുള്ള വാല്യൂസിൻ്റെ ആവറേജ് എടുക്കുന്ന ആ ഒരു ഫംഗ്ഷനാണ് ആവറേജ് ഫംഗ്ഷൻ. ദെൻ കൗണ്ട് ഫംഗ്ഷൻ. കൗണ്ട് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത് നമ്മൾ നൽകിയ ഡാറ്റയുടെ ന്യൂമറിക് വാല്യൂസ് എത്രയുണ്ട് എന്ന കൗണ്ട് എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. കൗണ്ട് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത് കൗണ്ട് ഓൾ എന്നുള്ള രീതിയിൽ മുഴുവൻ ഡാറ്റ, ഏതൊക്കെ സെല്ലിൽ നമ്മൾ ഡാറ്റ നൽകിയിട്ടുണ്ടോ ആ സെല്ലുകളുടെ എണ്ണമാണ് ഇവിടെ ഡിസ്പ്ലേ നൽകുന്നത്. ദെൻ കൗണ്ട് ബ്ലാങ്ക് ആയി കിടക്കുന്ന സെല്ലുകളുടെ എണ്ണം നമുക്ക് റിസൾട്ടായി ഡിസ്പ്ലേ ചെയ്യും. ദെൻ കൗണ്ട് ഇഫ്, നമുക്കൊരു പ്രത്യേക ക്രൈറ്റീരിയ വെച്ചിട്ട് കൗണ്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, എണ്ണം എടുക്കണമെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി നമ്മൾ കൗണ്ട് ഇഫ് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നു. അപ്പോൾ ഈ ഫംഗ്ഷൻസ് ഓരോന്നും നമുക്ക് വിശദമായി പറയാം. ആദ്യത്തെ ഫംഗ്ഷനാണ് മിൻ ഫംഗ്ഷൻ. മിൻ ഫംഗ്ഷൻ എന്തിനു വേണ്ടിയുള്ളതാ? This function works on the values stored in a range and returns the minimum value in it. മിനിമം വാല്യൂ എന്ന് പറഞ്ഞാൽ ലോവസ്റ്റ് വാല്യൂ. നമ്മളൊരു ലിബ്രിയോഫീസ് സ്പ്രെഡ്ഷീറ്റ് കാൽക്കിൻ്റെ ഫയലിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള വാല്യൂസിനെ അതിൽ നിന്ന് ഏറ്റവും ചെറിയ വാല്യൂ, ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള വാല്യൂ ഏതാണെന്ന് വെച്ചാൽ അത് റിസൾട്ട് തരുന്ന ഫംഗ്ഷനാണ് മിൻ ഫംഗ്ഷൻ. ഇതിൻ്റെ സിൻടാക്സ് നോക്ക്. ഈക്വൽ ടു മിൻ നമ്പർ 1, നമ്പർ 2, നമ്പർ 3, നമ്പർ 4 എറ്റ്സെട്ര. എത്ര നമ്പറുകളുണ്ടോ ആ നമ്പറുകൾ മുഴുവൻ നമ്മൾ ടൈപ്പ് ചെയ്ത് കോമ വെച്ച് സെപ്പറേറ്റ് ചെയ്യണം. ബ്രാക്കറ്റിലാണ് കണ്ടീഷൻ കൊടുക്കേണ്ടത്. ഓക്കെ, നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്തായിരിക്കും? നമുക്ക് കിട്ടുന്ന റിസൾട്ട് ആ കൂട്ടത്തിലെ ഏറ്റവും ചെറിയ വാല്യൂ, ലോവസ്റ്റ് ഏതാണോ അതാണ്. അപ്പോൾ എക്സാമ്പിൾ നോക്കുക. ഈക്വൽ ടു മിൻ, ദെൻ നമ്മൾ ബ്രാക്കറ്റിൽ 16, 25, 10 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. ഇതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും? മിൻ ഫംഗ്ഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ 3 നമ്പറുകളിലെ ഏറ്റവും ചെറിയ നമ്പർ, ലോവസ്റ്റ് നമ്പർ ഏതാണോ ഇവിടെ റിസൾട്ട് 10 ആയിരിക്കും. ദെൻ ഇത് തന്നെ നമുക്ക് വേറെ രീതിയിൽ കൊടുക്കാം. ഈക്വൽ ടു മിൻ B1, B2, B3. എന്താ നമ്മളിവിടെ കൊടുത്തുള്ളത്? ഒരു സെൽ റെഫറൻസുകളാണ്, സെൽ അഡ്രസ്സുകളാണ്. B1ലും B2ലും B3ലും സ്റ്റോർ ചെയ്തിട്ടുള്ള വാല്യൂ പരിഗണിച്ച് അതിൻ്റെ ലോവസ്റ്റ് എടുത്ത് റിസൾട്ട് നൽകാൻ ആണ് ഈ നിർദ്ദേശം. ദെൻ ഇതന്നെ നമുക്ക് മറ്റൊരു രീതിയിൽ, അഥവാ നമ്മൾ നമ്പർ കൊടുത്ത ആ സെല്ലുകളുടെ റേഞ്ച് ഡിഫൈൻ ചെയ്ത് കൊടുക്കുക. ഈക്വൽ ടു മിൻ
B1 കോളൻ B3 ബ്രാക്കറ്റിൽ. റിസൾട്ട് എന്തായിരിക്കും? B1 മുതൽ B3 വരെയുള്ള റേഞ്ചിൽ നമ്മൾ സ്റ്റോർ ചെയ്ത വാല്യൂസിൻ്റെ അതിൽ നിന്നുള്ള ലോവസ്റ്റ് നൽകുക. ഓക്കെ, ദെൻ അടുത്ത ഫംഗ്ഷനാണ് മാക്സ് ഫംഗ്ഷൻ. ദിസ് ഫംഗ്ഷൻ വർക്ക്സ് ഓൺ the value stored in a range and returns the maximum value, that is highest value in it. Highest value result ആയി തരുന്ന ഫംഗ്ഷനാണ് മാക്സ് ഫംഗ്ഷൻ. സിൻടാക്സ് ഈക്വൽ ടു മാക്സ് നമ്പർ 1, നമ്പർ 2, നമ്പർ 3, നമ്പർ 4 എറ്റ്സെട്ര. അല്ലേ, നമ്മൾ എത്ര നമ്പർ ഉണ്ടോ ആ നമ്പർ മുഴുവൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇതാണ് ആ ഫോർമുല അപ്ലൈ ചെയ്യേണ്ട സിൻടാക്സ്. എക്സാമ്പിൾ നോക്കുക. ഈക്വൽ ടു മാക്സ് 16, 25, 10 റിസൾട്ട് റിട്ടേൺസ് ടു 25. മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് ഹയസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് ഈ കൂട്ടത്തിൽ 25 ആയതുകൊണ്ട് ഇതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും? 25 ആയിരിക്കും. ഇത് നമുക്ക് വേറെ രീതിയിൽ ചെയ്യാം. ഈക്വൽ ടു മാക്സ് സെൽ അഡ്രസ്സ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, അതും അല്ലെങ്കിൽ ആ റേഞ്ചിനെ ഡിഫൈൻ ചെയ്ത് കൊടുക്കുക. റിസൾട്ട് ഇതുപോലെ 25 കിട്ടും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഫംഗ്ഷനാണ് average function. Average function works on the value stored in a range and returns the average value. LibreOffice Calc ഫയലിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള നമ്പേഴ്സിൽ നിന്നും വാല്യൂസിൽ നിന്നും അതിൻ്റെ ആവറേജ് എടുത്ത് റിസൾട്ടായി നൽകുന്ന ഫംഗ്ഷനാണ് ആവറേജ് ഫംഗ്ഷൻ. സിൻടാക്സ് ഈക്വൽ ടു ആവറേജ് നമ്പർ 1, നമ്പർ 2, നമ്പർ 3 എറ്റ്സെട്ര. എക്സാമ്പിൾ നോക്ക്. ആവറേജ് 15, 35, 10 റിസൾട്ട് എന്തായിരിക്കും? 20 ആയിരിക്കും. എങ്ങനെ 20? 10 + 35 + 15 എന്ന് പറഞ്ഞാൽ 60 ആണ്. 60/3 ആണ് ഇതിൻ്റെ ആവറേജ്. അത് നമുക്ക് കാൽക്കിൽ ഡിസ്പ്ലേ റിസൾട്ടായി കിട്ടും. ദെൻ ഇതിനെ നമുക്കിതുപോലെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആവറേജ് സെൽ അഡ്രസ്സ് കൊടുത്തും ഈ റിസൾട്ട് എടുക്കാം. അതുപോലെ റേഞ്ച് ഡിഫൈൻ ചെയ്തിട്ടും നമുക്ക് ഈ സെയിം റിസൾട്ട് എടുക്കാൻ വേണ്ടി കഴിയും. ദെൻ നമുക്ക് ഈ 3 ഫംഗ്ഷനെയും മിൻ, മാക്സ്, ആവറേജ് ഒരു ചെറിയ പ്രാക്ടിക്കൽ എക്സാമ്പിളിലൂടെ മനസ്സിലാക്കാം. ഓക്കെ, അതിനുവേണ്ടി നമ്മൾ നേരത്തെ ഇവിടെ ചെയ്തു വെച്ചിട്ടുള്ള ഒരു വീക്കിലി സെയിൽസ് റിപ്പോർട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തതാണ്. അതിവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഡിസംബർ 1 മുതൽ ഡിസംബർ 7 വരെയുള്ള ക്യാഷ് സെയിൽസും ക്രെഡിറ്റ് സെയിൽസും ആണ് ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ടോട്ടൽ സെയിൽസ്, ഓരോ ദിവസത്തെയും ടോട്ടൽ സെയിൽസും ഈ D4 മുതൽ D10 വരെയുള്ള റേഞ്ചിൽ ഓരോ സെല്ലിലായിട്ട് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്കിതിൽ നിന്നും ലോവസ്റ്റ് സെയിൽസ് ഇവിടെ ഡിസ്പ്ലേ വേണം. നമ്മൾ ഏത് ഫംഗ്ഷൻ ഉപയോഗിക്കും? ഈക്വൽ ടു മിൻ എന്നുള്ള ഫംഗ്ഷൻ ഉപയോഗിക്കാം. നോക്കാം. ഈക്വൽ ടു മിൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം? ഈ സെല്ലുകൾ ഒന്നുകിൽ D4 കോളൻ D10 എന്ന് ടൈപ്പ് ചെയ്ത് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് എൻ്റർ ചെയ്യുക. അപ്പോൾ നമുക്കതിൻ്റെ 55,000 എന്നുള്ള റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. 55,000 ആണ് ഇതിൻ്റെ ഈ ദിവസങ്ങളിലെ ഏറ്റവും കുറഞ്ഞ സെയിൽ. ഏറ്റവും ലോവസ്റ്റ് വാല്യൂ 55,000. നമുക്ക് ചെയ്യുന്നതിന് ഒന്നുകൂടി കുറച്ചുകൂടി എളുപ്പത്തിൽ എന്ത് ചെയ്യാം? ഈക്വൽ ടു മിൻ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ സപ്പോർട്ടായിട്ട് ഇവിടെ ലിബ്രെഓഫീസ് കാൽക്കിൻ്റെ ടാബ് വരുന്നുണ്ട്. ജസ്റ്റ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പൺ ബ്രാക്കറ്റും ക്ലോസ് ബ്രാക്കറ്റും അവിടെ വന്നിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ നിലവിൽ കഴ്സർ നിൽക്കുന്നത്. അവിടെ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ റേഞ്ചിനെ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. മൗസ് ഉപയോഗിച്ച് സെലക്ട് ചെയ്യുക, ജസ്റ്റ് എൻ്റർ ചെയ്യുക. നമുക്ക് റിസൾട്ട് 55,000 കിട്ടിയിട്ടുണ്ട്. ദെൻ നമുക്ക് ഹയസ്റ്റ് സെയിൽ ഏത് ദിവസമാണെന്ന് അറിയണം. എന്ത് ചെയ്യാം? ഈക്വൽ ടു മാക്സ് ഫംഗ്ഷനാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. മാക്സ് ഫംഗ്ഷൻ ടൈപ്പ് ചെയ്ത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. അതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഈ റേഞ്ച് ഏതൊക്കെ വാല്യൂസ് പരിഗണിക്കണം എൻ്റർ ചെയ്യുക. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ നമുക്കതിൻ്റെ ഹയസ്റ്റ് വാല്യൂ ഓഫ് സെയിൽസ് റിസൾട്ടായി ഡിസ്പ്ലേ തരുന്നുണ്ട്. ദെൻ ആവറേജ് സെയിൽസ് വേണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഈക്വൽ ടു ആവറേജ് ഫംഗ്ഷൻ ടൈപ്പ് ചെയ്യുക, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. നമുക്ക് ഈ റേഞ്ചിനെ സെലക്ട് ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, ജസ്റ്റ് എൻ്റർ ചെയ്യുക. അപ്പോൾ നോക്കുക, ഇവിടുത്തെ ഫംഗ്ഷൻ ഏതാ? ഈക്വൽ ടു മിൻ D4 കോളൻ D10. ഹയസ്റ്റ് സെയിൽ കാണാൻ നമ്മൾ എന്താ ചെയ്ത്? ഈക്വൽ ടു മാക്സ് D4 to D10. ഇത്രയും ഈ റേഞ്ചിൽ നിന്നുള്ള വാല്യൂസാണ് നമ്മൾ പരിഗണിക്കേണ്ടത്. അതാണ് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ നൽകുന്നത്. ഓക്കെ, ആവറേജ് കാണാൻ
ഈക്വൽ ടു ആവറേജ് D4 കോളൻ D10. ഓക്കെ, ഇപ്പം നമ്മൾ മിൻ മാക്സ് ആവറേജ് 3 ഫങ്ഷൻസ് ആണ് നോക്കിയത്. ദെൻ അടുത്തതായിട്ട് നമുക്ക് മറ്റു ചില ഫങ്ഷൻസ് കൂടി ഉണ്ട്, അതുകൂടി ഒന്ന് നോക്കാം. സ്റ്റാറ്റിസ്റ്റിക്കൽ ഫങ്ഷനിലെ അടുത്ത ഫങ്ഷനാണ് കൗണ്ട് ഫങ്ഷൻ. കൗണ്ട് ഫങ്ഷൻ റിട്ടേൺസ് ദ കൗണ്ട് ഓഫ് ന്യൂമറിക് വാല്യൂസ് യൂസ്ഡ് ഇൻ എ ഗിവൺ റേഞ്ച് ഓഫ് സെൽസ്. നമ്മൾ ലിബർ ഓഫീസ് കാൽക്ക് ഫയലിലെ ഒരു റേഞ്ച് ഓഫ് സെൽസിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള ഡാറ്റയിൽ നിന്ന് അതിൽ ന്യൂമറിക് വാല്യൂസ്, നമ്പേഴ്സിന് അല്ലെങ്കിൽ വാല്യൂസിനെ മാത്രം സെലക്ട് ചെയ്ത് അത് എത്ര സെല്ലിലുണ്ട് എന്ന് ആ എണ്ണം ഡിസ്പ്ലേ ചെയ്യുന്ന ഫംഗ്ഷനാണ് കൗണ്ട് ഫംഗ്ഷൻ. ഓൺലി നമ്പേഴ്സ്, ഡേറ്റ് ആൻഡ് ടൈംസ് ആർ കൗണ്ടഡ് ഹിയർ. നമ്പറും ഡേറ്റ് ആൻഡ് ടൈമുമാണ് ഇവിടെ കൗണ്ട് ചെയ്യുള്ളൂ. എം ടി സെൽസ്, ലോജിക്കൽ വാല്യൂസ്, ടെക്സ്റ്റ് ആൻഡ് എറർ കോഡ്സ് ആർ നോട്ട് കൺസിഡേർഡ്. എം ടി സെല്ലുകളോ ലോജിക്കൽ വാല്യൂസോ ടെക്സ്റ്റോ എറർ കോഡുകളോ ഒന്നും ഇതിലേക്ക് കൗണ്ട് ചെയ്യൂല. ന്യൂമറിക് വാല്യൂസിനെ മാത്രം, അഥവാ നമ്പേഴ്സും ഡേറ്റ് ആൻഡ് ടൈം. ഇതിൻ്റെ സിൻടാക്സ് ആണ് ഈക്വൽ ടു കൗണ്ട് വാല്യൂ 1, വാല്യൂ 2 എക്സെട്ര. അല്ലെങ്കിൽ ഈക്വൽ ടു കൗണ്ട്, ദെൻ നമ്മൾ എന്ത് ചെയ്യുക, റേഞ്ച് സെലക്ട് ചെയ്ത് കൊടുക്കുക. ദെൻ നെക്സ്റ്റ് ആണ് കൗണ്ട. കൗണ്ട് എ. ദിസ് ഫംഗ്ഷൻ കൗണ്ട്സ് ദ ടോട്ടൽ നമ്പർ ഓഫ് സെൽസ് വിച്ച് കണ്ടെയ്ൻസ് എനി വാല്യൂ. നമ്മൾ കൗണ്ട് ഓൾ എന്നുള്ളതിൻ്റെ ഷോർട്ടാണെന്ന് മനസ്സിലാക്കുക. അഥവാ നമ്മൾ എത്ര സെല്ലിൽ എന്തെങ്കിലും ഡാറ്റ ടൈപ്പ് ചെയ്തിട്ടുണ്ട് എന്ന് കൗണ്ട് ചെയ്തിട്ട് ആ റിസൾട്ട് തരുന്ന ഫംഗ്ഷനാണ് കൗണ്ട് എ ഫംഗ്ഷൻ. ഇറ്റ് വിൽ കൗണ്ട് നമ്പേഴ്സ്, ടെക്സ്റ്റ്, ഡേറ്റ്, ടൈം, ലോജിക്കൽ വാല്യൂസ് ആൻഡ് എറർ കോഡ്സ്. ബട്ട് എം ടി സെൽസ് ആർ നോട്ട് കൗണ്ടഡ് ഹിയർ. എം ടി സെൽസ് കൗണ്ട് ചെയ്യില്ല. ബാക്കിയുള്ള ഏത് തരത്തിലുള്ള ഡാറ്റ എൻ്റർ ചെയ്ത സെല്ലുകളും കൗണ്ട് ചെയ്ത് ആ എണ്ണം റിസൾട്ടായി തരുന്ന ഫംഗ്ഷനാണ് കൗണ്ട് എ ഫംഗ്ഷൻ. സിൻടാക്സ് നോക്കുക, കൗണ്ട് എ വാല്യൂ 1, വാല്യൂ 2 എക്സെട്ര. അല്ലെങ്കിൽ കൗണ്ട് എ റേഞ്ച് ഡിഫൈൻ ചെയ്ത് കൊടുക്കുക. അടുത്ത ഫംഗ്ഷനാണ് കൗണ്ട് ബ്ലാങ്ക്. ദിസ് ഫംഗ്ഷൻ കൗണ്ട്സ് ദ ടോട്ടൽ നമ്പർ ഓഫ് എം ടി സെൽസ് ഇൻ എ ഗിവൺ റേഞ്ച്. നമ്മൾ കുറേ ഡാറ്റ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള റേഞ്ചിൽ നിന്ന്, അഥവാ കുറേ സെല്ലുകളിൽ നിന്ന് അവിടെ ഒഴിഞ്ഞു കിടക്കുന്ന സെല്ലുകൾ, അഥവാ യാതൊരു തരത്തിലുള്ള ഡാറ്റയും എൻ്റർ ചെയ്യാത്ത സെല്ലുകളുടെ എണ്ണം ഡിസ്പ്ലേ ആയി തരുന്ന ഫംഗ്ഷനാണ് കൗണ്ട് ബ്ലാങ്ക്. ഇറ്റ് ഈസ് ദ ഓപ്പോസിറ്റ് ഫംഗ്ഷൻ ഓഫ് കൗണ്ട് എ. കൗണ്ട് എ ഫംഗ്ഷൻ എന്തിനാണ് ഉപയോഗിക്കുന്നത്? നമ്മൾ അവിടെ എത്ര സെല്ലിൽ ഏതെങ്കിലും തരത്തിലുള്ള ഡാറ്റ എൻ്റർ ചെയ്തിട്ടുണ്ട് എന്നാണ് കൗണ്ട് എ ഫംഗ്ഷൻ കാൽക്കുലേറ്റ് ചെയ്തെടുത്ത് നമുക്ക് റിസൾട്ട് തരുന്നത്. കൗണ്ട് ബ്ലാങ്ക് ആണെങ്കിലോ ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. ഒഴിഞ്ഞു കിടക്കുന്ന സെല്ലുകൾ എത്രയുണ്ട് എന്ന എണ്ണമാണ് റിസൾട്ടായി ഡിസ്പ്ലേ നൽകുന്നത്. ഇതിൻ്റെ സിൻടാക്സ് ആണ് ഈക്വൽ ടു കൗണ്ട് ബ്ലാങ്ക് റേഞ്ച് സെലക്ട് ചെയ്ത് കൊടുക്കുക കൗണ്ട് ബ്ലാങ്ക് ഫംഗ്ഷനിൽ. ഓക്കെ, ദെൻ നമ്മൾ മറ്റൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഫംഗ്ഷനാണ്, കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിനൊക്കെ പലപ്പോഴും ചോദിക്കാറുണ്ട്. ഈ ഫംഗ്ഷൻ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? കൗണ്ട് ഇഫ് എന്ന ഈ ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത് this function counts the number of cells within a given range. That means the user defined criteria or condition. നമ്മൾ ഡാറ്റ എൻ്റർ ചെയ്ത സെല്ലുകളിൽ നിന്നും ഒരു പ്രത്യേക ക്രൈറ്റീരിയ അപ്ലൈ ചെയ്തിട്ട് ആ ക്രൈറ്റീരിയ ഫുൾഫിൽ ചെയ്യുന്ന സെല്ലുകൾ എത്രയുണ്ട് എന്ന കൗണ്ട് ഡിസ്പ്ലേ ചെയ്യുന്ന ഫംഗ്ഷനാണ് കൗണ്ട് ഇഫ് ഫംഗ്ഷൻ. എക്സാമ്പിൾ, കൗണ്ട് ദ നമ്പർ ഓഫ് സെൽസ് ദാറ്റ് കണ്ടെയ്ൻസ് മാർക്സ് എബവ് 80. മാർക്സ് ഗ്രേറ്റർ ദാൻ 80. 80 മാർക്കിലും കൂടുതൽ വാല്യൂ ഉള്ള സെല്ലുകൾ എത്രയുണ്ട് എന്ന് ഡിസ്പ്ലേ തരാൻ വേണ്ടി നമുക്ക് കൗണ്ട് ഇഫ് ഫംഗ്ഷൻ ഉപയോഗിക്കാം. സിൻടാക്സ് നോക്കുക, ഈക്വൽ ടു കൗണ്ട് ഇഫ് റേഞ്ച് ക്രൈറ്റീരിയ. നമ്മൾ കൗണ്ട് ഇഫ് എന്ന ഫംഗ്ഷൻ കൊടുത്ത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് അതിൽ ആ റേഞ്ച് സെലക്ട് ചെയ്ത് അതിൻ്റെ ക്രൈറ്റീരിയ ഡിഫൈൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? നമ്മുടെ ക്രൈറ്റീരിയ ഫുൾഫിൽ ചെയ്യുന്ന സെല്ലുകൾ എത്രയുണ്ട് എന്ന കാര്യം ഡിസ്പ്ലേ നൽകും. അപ്പോൾ നമുക്കിതൊരു പ്രാക്ടിക്കൽ എക്സാമ്പിളിലൂടെ നോക്കാം. അപ്പോൾ നമുക്ക് ഈ കൗണ്ട് ഫങ്ഷൻസ് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ ജസ്റ്റ് ഒരു ടേബിൾ തയ്യാറാക്കിയിട്ടുണ്ട്. കുറേ വാല്യൂസ് ഉണ്ട്, കുറേ ടെക്സ്റ്റ് ഉണ്ട്, ഡേറ്റ് ആൻഡ് ടൈം ഉണ്ട്. ഇതുപയോഗിച്ച് നമുക്ക് ഈ കൗണ്ട് ഫങ്ഷൻസ് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് കൗണ്ട് ദ നമ്പർ ഓഫ് സെൽസ് വിച്ച് കണ്ടെയ്ൻസ് നമ്പേഴ്സ് ഓൺലി. ഈ കൂട്ടത്തിൽ നമ്പറുകൾ മാത്രം എൻ്റർ ചെയ്തിട്ടുള്ള
സെല്ലുകളുടെ എണ്ണം എത്രയാണ്. നമ്മൾ ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ് ഈക്വൽ ടു കൗണ്ട് ഫംഗ്ഷനാണ് ഉപയോഗിക്കുന്നത്. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ആ ബ്രാക്കറ്റിനുള്ളിൽ നമ്മൾ ഈ റേഞ്ചിനെ സെലക്ട് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ റേഞ്ച് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. A1:E4 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ജസ്റ്റ് എൻ്റർ ചെയ്യുമ്പോൾ നമുക്ക് 7 എന്ന റിസൾട്ടാണ് കിട്ടിയത്. അപ്പോൾ ഈ ഇത്രയും ഏരിയയിൽ എത്ര നമ്പർ ഉണ്ട്? 1, 2, 3, 4, 5, 6, 7. ഡേറ്റ് ആൻഡ് ടൈം കൂടി കാൽക്ക് നമ്പറായിട്ടാണ് പരിഗണിക്കുക. അതിനൊരു വാല്യൂ ഉണ്ട് എന്ന് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ്, കൗണ്ട് ദ നമ്പർ ഓഫ് സെൽസ് വിച്ച് കണ്ടെയ്ൻ എനി ഡാറ്റ. ഏതെങ്കിലും തരത്തിലുള്ള ഡാറ്റ എൻ്റർ ചെയ്ത സെല്ലുകളുടെ എണ്ണം എത്ര? ഈക്വൽ ടു നമ്മൾ ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ് കൗണ്ട് ഓൾ, അല്ലേ? ഈക്വൽ ടു കൗണ്ട് എ ഇൻ ബ്രാക്കറ്റ് റേഞ്ചിനെ ഡിഫൈൻ ചെയ്യുക, അല്ലെങ്കിൽ റേഞ്ച് സെലക്ട് ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ ചെയ്യുക. 12 സെല്ലിൽ ഏതെങ്കിലും തരത്തിലുള്ള വാല്യൂസോ മറ്റു ഡാറ്റകളോ എൻ്റർ ചെയ്തിട്ടുണ്ട്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12. ദെൻ കൗണ്ട് ബ്ലാങ്ക് സെൽസ്. എത്ര ബ്ലാങ്ക് സെൽസ് ഉണ്ട്? എം ടി ആയിട്ടുള്ള സെൽസ് എത്രയുണ്ട്? നമ്മൾ ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ് ഈക്വൽ ടു കൗണ്ട് ബ്ലാങ്ക്, ദെൻ റേഞ്ച് സെലക്ട് ചെയ്ത് കൊടുത്തു, ജസ്റ്റ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ 8 ബ്ലാങ്ക് സെല്ലുണ്ട്. 1, 2, 3, 4, 5, 6, 7, 8. 8 ബ്ലാങ്ക് സെല്ലുകളാണ് നമ്മൾ ഈ സെലക്ട് ചെയ്ത റേഞ്ചിൽ ഉള്ളത് എന്നാണ് നമുക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ളത്. ദെൻ കൗണ്ട് ദ നമ്പർ ഓഫ് സെൽസ് കണ്ടെയ്നിങ് ദ വാല്യൂ ഗ്രേറ്റർ ദാൻ 1000. 1000-ൽ കൂടുതൽ വാല്യൂ എൻ്റർ ചെയ്ത് വെച്ചിട്ടുള്ള സെല്ലുകളുടെ എണ്ണം എത്രയാണ്? അപ്പോൾ ഒരു കണ്ടീഷൻ ഉണ്ട്. എന്താണ് കണ്ടീഷൻ? 1000-ൽ കൂടുതൽ വാല്യൂ ഉള്ള സെല്ലുകളുടെ എണ്ണം എത്രയാണ്? നമ്മൾ ഉപയോഗിക്കേണ്ട ഫംഗ്ഷനാണ് ഈക്വൽ ടു കൗണ്ട് ഇഫ്. കൗണ്ട് ഇഫ് ഫംഗ്ഷൻ ടൈപ്പ് ചെയ്ത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഈ റേഞ്ച് സെലക്ട് ചെയ്യുക. റേഞ്ച് സെലക്ട് ചെയ്തതിന് ശേഷം കോമ കൊടുക്കുക. കോമ കൊടുത്തതിന് ശേഷം നമ്മുടെ ക്രൈറ്റീരിയ ഡബിൾ കോട്ടിൽ കൊടുക്കണം. എന്താണ് നമ്മുടെ ക്രൈറ്റീരിയ? ഗ്രേറ്റർ ദാൻ 1000. ദെൻ ഡബിൾ കോട്ടിനെ ക്ലോസ് ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, ജസ്റ്റ് എൻ്റർ ചെയ്യുക. ഇവിടെ 3 സെല്ലിൽ നമുക്ക് 1000-ൽ കൂടുതൽ വാല്യൂ ആണ് ഉള്ളത്. നമുക്ക് നോക്കാം. ഇവിടെ 3 സെല്ല്. ഒരെണ്ണം 3000 ഉണ്ട്, ഒരെണ്ണം 5000 ഉണ്ട്, പിന്നെ 1000-ൽ കൂടുതലുള്ളത് ഏതാണ്? ഇവിടെ ഈ ഡേറ്റിനെയാണ് ഈ 3ാമത്തെ സെല്ലായിട്ട് 1000-ൽ കൂടുതൽ വാല്യൂ ഉള്ള സെല്ലായിട്ട് പരിഗണിച്ചിട്ടുള്ളത്. എന്തുകൊണ്ടാണ് ഡേറ്റിന് 1000-ൽ കൂടുതൽ വാല്യൂ ഉണ്ടെന്ന് പറയാൻ കാരണം? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ഡേറ്റിന് ഒരു വാല്യൂ ഉണ്ട്. നമ്മളൊരു ബേസ് ഇയർ വെച്ചിട്ട് ഓരോ ഡേറ്റിനും ഒരു വാല്യൂ ഉണ്ടെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അപ്പോൾ ഈ ഡേറ്റിനൊരു വാല്യൂ ഉണ്ട്. നമുക്കിതിൻ്റെ വാല്യൂ എത്രയാണെന്ന് ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ഈക്വൽ ടു ഏതാണ് അതിൻ്റെ ഫംഗ്ഷൻ? ഡേറ്റ് വാല്യൂ ഫംഗ്ഷൻ എടുത്തു. ആ ഡേറ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ബ്രാക്കറ്റിൽ ഡബിൾ കോട്ടിൽ കൊടുക്കുന്നു. 31/12/2020 ഡബിൾ കോട്ട് ക്ലോസ് ചെയ്യുന്നു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് എൻ്റർ ചെയ്യുമ്പോൾ ഈ ഡേറ്റിൻ്റെ വാല്യൂ ആണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. എത്രയാണ് ഡേറ്റിൻ്റെ വാല്യൂ? 44,196. നമ്മൾ കൗണ്ട് ഫംഗ്ഷൻ ഉപയോഗിച്ചപ്പോൾ ഡേറ്റിനെ കൂടി എന്ത് ചെയ്തു? പരിഗണിച്ചിട്ടുണ്ട്. 1000-ൽ കൂടുതലുള്ള നമ്പർ എൻ്റർ ചെയ്തിട്ടുള്ള സെല്ലുകളുടെ എണ്ണം 3 ആണ്. 1, 2, 3. ഓക്കെ. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് സ്റ്റാറ്റിസ്റ്റിക്കൽ ഫങ്ഷൻസ് ആണ്. 1 മിൻ, 2 മാക്സ്, 3 ആവറേജ്, ദെൻ 4th കൗണ്ട്, ദെൻ കൗണ്ട് എ, കൗണ്ട് ബ്ലാങ്ക് ആൻഡ് കൗണ്ട് ഇഫ്. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.